മാത്രമല്ല യമഹയുടെ RX100 അതേപോലെ ഉള്ള വെഹിക്കിൾസ് ബൈക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്തിട്ടാണ് കൂടുതലായിട്ട് എന്തിട്ടാണ് ആ വണ്ടിക്ക് ചെയ്യേണ്ടത്? എനിക്കിപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ റോയൽ എൻഫീൽഡ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം പണിയാനായിട്ട് RX100 ആണ്. RX 135ഉം 5 സ്പീഡും RXZും ഒക്കെ എനിക്കിഷ്ടമാണ്. അതിൽ ഇഷ്ടമില്ലാത്തൊരു മോഡൽ RXG ആണ്. അതിന് കുറേ ഡ്രോബാക്ക് ഉണ്ട് വരുമ്പോൾ തന്നെ. അത് നമുക്കിപ്പോൾ ഡീറ്റെയിൽ ചെയ്യേണ്ട കാര്യമില്ല, കാരണം വണ്ടികൾ വളരെ കുറവാണ്. മാത്രമല്ല നമുക്കത് അപ്ഗ്രേഡ് ചെയ്ത് RX 135ൻ്റെ മെറ്റീരിയൽസൊക്കെ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതിൻ്റെ പേരിൽ അതിൻ്റെ ഡീമെറിറ്റ്സ് ഒന്നും പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് RX100, RX 135, 5 സ്പീഡ് RXZ. ഇനി ഇതിൻ്റെ വർക്ക് ചെയ്യാന്നുള്ളത് കുറച്ച് എക്സ്പെൻസീവാണ്. ഇപ്പോൾ ഒരു Yamaha RX100 റീസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ യൂണിക്കോൺ കിട്ടും അത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കസ്റ്റമർ പറഞ്ഞ് മനസ്സിലാക്കും, നിങ്ങൾ ഈ വണ്ടി നന്നായിട്ട് റീസ്റ്റോർ ചെയ്യണതിനേക്കാളും നല്ലത് നിങ്ങൾക്കൊരു പുതിയ യൂണിക്കോണൊക്കെ എടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക, പെട്രോൾ അടിക്കുക, ഓടിച്ചിട്ട് എടുക്കുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ RX100 ആണെങ്കിൽ അത് RX100 ഉപയോഗിക്കുന്നവർക്കറിയാം അതിൻ്റെ ആ ഒരു പെർഫെക്ഷനും അത് റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്താ പറയുക മാനസികമായ സംതൃപ്തി. അപ്പോൾ കേരളത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും നമുക്ക് വരാറുണ്ട്. RX100ൻ്റെ എൻജിൻ പവർ ചെയ്യുക, മാത്രമല്ല പൗഡർ കോട്ട് ചെയ്തിട്ട് അതിൻ്റെ കേസുകളൊക്കെ 2 ആസ്പെക്ട്സാണ് പൗഡർ കോട്ട് ചെയ്യുമ്പോഴത്. ഒന്ന്, ആ കവറുകളൊക്കെ കുറച്ചും കൂടി സേഫ് ഗാർഡാവും, പെയിൻറ്റിനേക്കാളും കുറേ ലൈഫും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നത് എൻജിൻ ഹീറ്റ് ആവുന്നതിൻ്റെ പേരിൽ അത് പെട്ടെന്ന് ഫെയ്ഡ് ഔട്ട് ആവാനോ അതല്ലെങ്കിൽ ഒലിഞ്ഞു പോകാനോ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഈ കോസ്റ്റൽ ബെൽറ്റിൽ നിന്നാണ് കൂടുതൽ കുട്ടികൾ വരുന്നത് വണ്ടി കൊണ്ട്. അത് ഉപ്പിൻ്റെ അംശമുള്ളതിൻ്റെ പേരിൽ സാധാരണ നോർമൽ സ്പ്രേ പെയിൻറ്റിങ് എൻജിൻ്റെ കവറുകളുടെ പെയിൻറ്റിങ്ങിന് ലൈഫ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് പൗഡർ കോട്ട് ചെയ്ത് ചെയ്യും. നോർമലി 2 ടൈപ്പ് പൗഡർ കോട്ടാണ് നമ്മൾ ചെയ്യുക. ഒന്ന് ഗ്ലോസി ഫിനിഷിംഗ് ഉള്ളതും ഒന്ന് മാറ്റ് ഫിനിഷ് ഉള്ളതും. അത് ഏത് വേണമെങ്കിലും ചെയ്യാം. നമ്മളിവിടെ ഇപ്പോൾ ഒരു RX 135 5 സ്പീഡ് പൗഡർ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കസ്റ്റമറുടെ വണ്ടി ഷൈനി ആയിട്ട് ഇറങ്ങണം എന്നുള്ളതിൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ എൻജിൻ്റെ കവറുകളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രാങ്ക് കേസും സിലിണ്ടറും ക്ലീൻ ചെയ്യുള്ളൂ. കാരണം അത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകാനും മാത്രമല്ല ക്ലീൻ ചെയ്യാനും കുറച്ചും കൂടി ഈസിയാണ്. ബാക്കിയുള്ള ഔട്ടർ കവറുകൾ, എക്സോസ്റ്റ്, ഇനി വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് പെഗ് അങ്ങനെയുള്ള സ്റ്റിക്കി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ പൗഡർ കോട്ട് ചെയ്ത് കൊടുക്കും. അത് ചെറിയ എക്സ്പെൻസീവ് ആണെങ്കിലും നല്ല ലൈഫ് ഉണ്ടാവും. മീൻസ് ഹബ്ബ്, കെയർ പ്ലേറ്റ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഈ വണ്ടി കോസ്റ്റൽ ബെൽറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ തീരത്തോട് കൂടുതലായിട്ട് ഓടിക്കുന്ന വണ്ടീൻ്റെ പേരിലാണ് നമ്മൾ പ്ലേറ്റിംഗ് പരമാവധി കുറച്ചിട്ട് പൗഡർ കോട്ടിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. സൈലൻസറിനുള്ള വ്യത്യാസമുണ്ടോ? സൈലൻസർ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാറ്റലിസ്റ്റിക് കൺവേർട്ടർ സൈലൻസറാണ്. ഇത് പലർക്കും ഇതിൻ്റെ ഗുണമറിയില്ല. ഒരുപാട് പേര് കാറ്റലിസ്റ്റിക് കൺവേർട്ടർ, കാറ്റ് എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന സൈലൻസർ ഉപയോഗിക്കാതിരിക്കാൻ കാരണം റെഗുലറായിട്ട് സ്മൂത്തായിട്ട് ഓടിക്കുന്ന വണ്ടികളിൽ കാർബൺ ഡെപ്പോസിറ്റ് കൂടുതൽ വരികയും പവർ ഭയങ്കരമായിട്ട് ലോസ് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് മൈലേജും കുറയും. പക്ഷേ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, കാറ്റലിസ്റ്റിക് കൺവേർട്ടർ സൈലൻസർ ഒരു 50-60 കിലോമീറ്റർ നിർത്താതെ ഓടിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള കാർബൺ മുഴുവൻ കത്തി ആഷായിട്ട് പുറത്തേക്ക് പോകും. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണം. മാത്രമല്ല ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പറയുന്നതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഇത് കാണുന്നവർ ചൂണ്ടിക്കാണിച്ച് തരുകയും വേണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു.
വണ്ടി എനിക്ക് RX100-നോടുള്ള ഒരു എന്താ പറയുക ഒരു റൊമാൻറ്റിക് അപ്രോച്ചിൻ്റെ പേരിൽ മാത്രം ചെയ്യുന്ന വണ്ടിയാണ്. ഈ വണ്ടി മാത്രമല്ല, ഈ വണ്ടിയുടെ ഗണത്തിൽപ്പെട്ടുള്ള 100 ഇതൊരു വർക്ക്ഷോപ്പിൻ്റെ മൂലയിൽ ചാക്കിലും കാർഡ്ബോർഡ് പെട്ടിയിലായിട്ട് ചുരുണ്ട് കൂടി കിടക്കുന്നത് ഒരു 3-4 വർഷമായി. ഞാനിത് അവിടെ നിന്ന് വാരിക്കൊണ്ട് വന്ന് സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എല്ലാം പുതിയതെന്ന് പറയുന്നില്ല. നമ്മൾ പൊളിച്ച വണ്ടികളുടെ ഇടിച്ച വണ്ടികളുടെ പാർട്സും RX100-ന് വേണ്ടി ഉപയോഗിക്കും. നല്ല സാധനങ്ങൾ അങ്ങനെ പണിതെടുത്തൊരു വണ്ടിയാണ്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ ഒരു ഇൻ്റലക്ച്വൽ സാറ്റിസ്ഫാക്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നശിച്ച് തുരുമ്പായി പോകേണ്ടി വരുന്ന ഒരു വണ്ടി എടുത്തുകൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് റണ്ണിങ് കണ്ടീഷൻ ആക്കാൻ പറ്റുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ഈ വണ്ടിയുടെ ഇങ്ങനത്തെ വണ്ടികളുടെ പ്രത്യേകത, നമ്മൾക്കുള്ള സന്തോഷം. ഇതിൻ്റെ പേരിൽ നമുക്ക് ഫൈനാൻഷ്യലായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലാഭമൊന്നുമില്ല. കാരണം ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. ഇതിപ്പോൾ ഇതിൻ്റെ ഈ ഫ്യൂൽ പമ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഇത് RX100 മോഡലിൻ്റെ ഫ്യൂൽ പമ്പല്ല, ഇത് 135 മോഡലിൻ്റെ ഫ്യൂൽ പമ്പാണ്. അതിൻ്റെ കവറടക്കം 135-ൻ്റെ ആണ്. അപ്പോൾ കുറേ സാധനങ്ങൾ നമുക്ക് ആ 135-ന് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതിൻ്റെ പേരിൽ നമുക്ക് RX100 ചാക്കിലാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുക്കും. വേണ്ടത് ആവശ്യമായ പൈസ ഇറക്കേണ്ടി വരും, ആവശ്യമായ സമയവും തരേണ്ടി വരും. അതാണ് RX100 ചെയ്യാനുള്ളതിൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ 135 5 സ്പീഡാണെന്ന് നിങ്ങൾക്കറിയാം. ഇതിലിപ്പോൾ കാറ്റിന് നമ്മൾ ചെറിയൊരു ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എക്സോസിന്. കാരണം കസ്റ്റമർക്ക് കുറച്ചും കൂടി പവർ വേണം, കുറച്ചും കൂടി വലിയ ബീറ്റ് വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ കാറ്റിൽ ചെറിയൊരു കൺവേർഷൻ വരുത്തിയിരിക്കണത്. പിന്നെ ഇതിൻ്റെ എൻജിനിൽ ഇപ്പോൾ നമ്മൾ അറിയാമല്ലോ, കണ്ടറിയാം, എൻജിൻ അസംബ്ലിങ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ഫുൾ ത്രോട്ടിൽ ചെയ്യാൻ പറ്റും. അത് പിസ്റ്റൺ ബോറിങ്ങിൻ്റെ അവരുടെ സപ്പോർട്ടുണ്ട് നമുക്ക്. നമ്മൾ പറയുന്ന പോലെ തന്നെ ഫ്രീ ഫ്ലോയിൽ ഒരു പിസ്റ്റൺ ബോർ ചെയ്ത് തരും. മാത്രമല്ല ക്രാങ്ക് സെറ്റിങ്ങൊക്കെ നല്ല ടെക്നീഷ്യൻസാണ് ചെയ്യുന്നത്. അവരുടെ സപ്പോർട്ട് ഇപ്പോൾ പ്രത്യേകം പറയാണ്ടിരിക്കാൻ കഴിയില്ല. തൃശ്ശൂരത്തെ നല്ല കുറേ ലൈറ്റ് വർക്ക്ഷോപ്പുകാർ നമുക്ക് സപ്പോർട്ടിനുണ്ട്. മാത്രമല്ല ബുള്ളറ്റിനാണെങ്കിൽ ഇവിടെ വെള്ളാങ്കല്ലൂരുണ്ട്, നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇപ്പോൾ സിലിണ്ടർ നമ്മൾ ഇത് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യില്ല, നമ്മളിൽ സ്പെഷ്യൽ ടൂൾസ് ഉണ്ട്. അത് വെച്ചിട്ട് എയർ ഫ്യൂൽ ഫ്ലോ ഫ്രീ ആക്കുക, എക്സോസ്റ്റ് ഫ്രീ ആക്കുക. അപ്പോൾ ആ ഒരു ഫ്രിക്ഷൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് ആണ് RPMൽ വരുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. വേണ്ടി വന്നാൽ എയർ ഫിൽറ്ററിലും നമ്മൾ അത്യാവശ്യം ചില മോഡിഫിക്കേഷൻ നടത്തും. അത് റേസിംഗ് യൂട്ടിലിറ്റി വേണ്ടി വന്നാൽ മാത്രമേ അത് ചെയ്യുള്ളൂ. കാരണം അപ്പോൾ എൻജിൻ്റെ ലൈഫിന് നമ്മൾ ഒരു വാറണ്ടി കൊടുക്കാൻ നമുക്ക് കഴിയില്ല. എത്രയാണോ കിട്ടുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ റോഡ് വണ്ടികൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വണ്ടികൾ ഓടുന്നുണ്ട്. ഇവിടുന്ന് എൻജിൻ അസംബിൾ ചെയ്ത് പോകുന്ന വണ്ടികൾ ഓയിൽ ടൂട്ടി ഓയിൽ മിക്സ് ചെയ്യാതെ ഓടിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് എൻജിൻ ഡാമേജായി പോകുന്നത്. അല്ലെങ്കിൽ RX100 ഞാനല്ല, പൊതുവേ ഒരു നല്ല ടെക്നീഷ്യൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് അതിപ്പോഴും 85-ൽ വന്ന മോഡൽ ഇപ്പോഴും സർവൈവ് ചെയ്ത് നിൽക്കുന്നത്. ടെക്നീഷ്യൻസിൻ്റെ മാത്രം കൊണ്ടല്ല, RX100 എൻജിൻ വേൾഡിൽ തന്നെ ഒരു ബെസ്റ്റ് എൻജിനെന്ന് തന്നെ പറയാൻ പറ്റും. ജപ്പാൻകാരുടെ മിടുക്ക് നമുക്ക് ഒരു സപ്പോർട്ടായി തീരുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ നമ്മുടെ ബൈക്ക് ഷോപ്പിൽ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇക്ക പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ബുള്ളറ്റിൻ്റെ റീസ്റ്റോറേഷൻ ആയാലും അതുപോലെ തന്നെ യമഹയുടെ റീസ്റ്റോറേഷൻ ആയാലും ST ആൾ ചെയ്യണമെന്ന് പറയണേ ഇനി. അപ്പോൾ ആ റീസ്റ്റോറേഷൻ ആയാലും അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇക്കയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അതുപോലെ തന്നെ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തിരിക്കും. നമ്മളുടെ ഗ്യാരേജിൻ്റെ ടോപ്പ് സൈഡിലാണ് നമ്മളുടെ ഇക്കയുടെ ഗ്യാരേജ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പെയിൻറ്റിങ് പരമായിട്ടും മെക്കാനിക്ക് പരമായിട്ടും അതേപോലെ തന്നെ നമ്മളുടെ ഗ്യാരേജ് പരമായിട്ടും ട്രാവലിംഗ് പരമായിട്ടും ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. അപ്പോൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.